ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല ചോക്കണ മൈലാഞ്ചിയാണ്, നല്ല ചോപ്പുള്ള മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്ത് നോക്കി. ഇത് ഒറ്റ പ്രാവശ്യം ഇട്ട ചോപ്പാണ് ഈ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഇതിലും കൂടുതൽ ചോപ്പ് കാണിക്കുന്നത് ചിലപ്പോൾ 2 വട്ടം 3 വട്ടമൊക്കെ ഇട്ടതാവും വീഡിയോയിൽ കാണിക്കണം. ഞാനിത് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഇട്ടാണ് നിങ്ങൾക്ക് വീഡിയോൻ്റെ മുമ്പിൽ കണ്ടെന്നതാണ്, കൈ കാണിച്ചു തന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കറുവപ്പട്ട ഇട്ട് കൊടുത്ത് പിന്നെ 2 ടീസ്പൂണ് മറ്റേ ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ നമ്മൾ നീരെടുത്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങൻ്റെ തൊലി മാത്രമാണ്, നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തൊലി മാത്രമാണ്. അപ്പോൾ അതും അതിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, ഓർഗാനിക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെറുതെ ആവും. കാരണം നമ്മൾ ഇതുപോലെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം, ഒന്നിനും ഒക്കൂല നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ സാധനം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേണ്ടി, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇല അരച്ചുണ്ടാക്കുമ്പോൾ അതൊരു നമുക്ക് വിശ്വസിച്ചിടാൻ പറ്റും. മറ്റേതൊക്കെ പറഞ്ഞാൽ കയ്യിനൊക്കെ കേടാവും. പിന്നെ നമ്മൾ ഇത് അരക്കണതിന് മുമ്പ് നമ്മൾ ഈ മൈലാഞ്ചിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ട, അതിൽ വല്ല പ്രാണികളുണ്ടോ എന്ന്, എട്ടുകാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിന് അതൊരു വിഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഇതൊന്ന് മിക്സിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് അരക്കുമ്പം നമുക്കതിൻ്റെ കൂടെ ഒരു കറുവാമ്പൂവ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളത് മൈലാഞ്ചി അരച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്തിട്ടുള്ള ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. അതാ കുറച്ച് ആ വെള്ളം ഒഴിച്ച് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് തിളപ്പിച്ച് വെച്ചത്. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇതാ നല്ല സൂപ്പറായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം കൂടുതലായിട്ടില്ല, ഒന്നും ആയില്ല, നല്ല ഉഷാറായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനെൻ്റെ കയ്യുമ്മിൽ എല്ലാ സ്ഥലത്തും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സ്പൂൺ കൊണ്ട് കോരിയെടുത്തിട്ടുള്ളത്. പക്ഷെ എൻ്റെ കൈ ചുവന്നത് കണ്ടില്ലേ. അപ്പോൾ നല്ലോണം ചുവപ്പുള്ള മൈലാഞ്ചിയാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ട എല്ലാവരും. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ അരച്ച മൈലാഞ്ചി ആയതുകൊണ്ട് ബാക്കിയുള്ളത് നമുക്ക് വേസ്റ്റ് ചെയ്യും വേണ്ട. നമ്മളെ തലയിലെ മുടിയൊക്കെ നരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിലൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മുടി കളർ ചെയ്യാമല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ മൈലാഞ്ചി തേച്ചാൽ തന്നെ മുടി ചുവപ്പ് കളറായി വരും. നരച്ച മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചുവപ്പ് കളറായി വരും. ഞാൻ പിന്നെ വെറുതെ കൈമിൽ ഇടണ്ടല്ലോ, അപ്പോൾ ഒരു ഷേപ്പ് അവിടെ വരച്ചു കൊടുത്താണ്, ആർട്ട് ഷേപ്പ്. ഇത് ഞാൻ തേച്ച് കൊടുക്കുന്നത് ബാമില്ലേ, ബാമിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് തേച്ച് കൊടുക്കാതെ എൻ്റെ കൈ നല്ല ചുവന്നിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തേച്ച് കൊടുത്ത് വെച്ചിട്ട് പ്രത്യേക ഒരു ഷോപ്പൊന്നുമില്ല. സാധാരണ അതൊക്കെ വെറുതെ വീഡിയോക്ക് വേണ്ടി ഓരോരുത്തർ പറയുന്നതാണ്. ഇതൊന്നും തേച്ച് കൊടുത്തിട്ടില്ലെങ്കിലും നല്ലോണം ചുവപ്പുണ്ട്, നല്ല ചുവന്നിട്ടുണ്ട് മൈലാഞ്ചി. ഹാർട്ട് ഷേപ്പ് വരച്ചതും അല്ല, നന്നായിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ ഈ മൈലാഞ്ചി വാങ്ങുമ്പോൾ നമ്മൾ നിസ്കാരമൊന്നും ശരിയാവില്ല എന്നൊക്കെയാണ് പിന്നെ ഉസ്താദുമാരൊക്കെ പറയുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, 2 കൈമിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഹാർട്ട് ഷേപ്പുള്ള ഭാഗത്ത് മാത്രമേ ഞാൻ ആ ബാം തേച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളിടത്തൊന്നും തേച്ച് കൊടുത്തിട്ടില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ഒരേ ചുവപ്പാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മൈലാഞ്ചി ഏകദേശമൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഊരി നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ചുവപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ടില്ലേ, ഒരുപാട് നേരം ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ബാങ്കൊക്കെ കൊടുക്കാനായി അപ്പോൾ ഞാനത് ഊരാന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല ചുവന്നിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ചുകൂടി ചുവപ്പായി കളറായി വരുന്നുണ്ട്. പിന്നെ നഖത്തിലൊന്നും വല്ല ചുവപ്പ് വരില്ല കേട്ടോ. അത് 2-3 വട്ടം ഇട്ടെങ്കിൽ തന്നെ നഖം ചുവക്കുള്ളൂ. പിന്നെ പുറത്തുനിന്ന് ട്യൂബൊക്കെ വാങ്ങേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നല്ല ചുവപ്പുണ്ട്. അത് ആ ലൈറ്റിൻ്റെ അതുകൊണ്ടാണ് ക്ലിയർ ഇട്ടാത്തത്.